ഞാനിവിടെ ജോയിൻ ചെയ്തത് ടാൽറോപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഒരു 6 മാസത്തോളം കഴിഞ്ഞു, 7 മാസം ആയപ്പോഴത്തേക്കും ടാൽറോപ്പ് എന്താക്കുന്നു പറയുന്നു, നിങ്ങൾ HR ടീം, അഡ്മിനിസ്ട്രേഷൻ ടീം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും ഞങ്ങൾ എന്താക്കുന്നു സബ് കമ്പനീസായി രൂപീകരിക്കുന്നു. ഈ സബ് കമ്പനീസിലേക്ക് നിങ്ങൾ എന്താക്കുന്നു മാറ്റുന്ന സമയത്ത് ടാൽറോപ്പിൻ്റെ റെസിഗ്നേഷൻ ലെറ്ററും പുതിയൊരു കമ്പനീൻ്റെ, ഞാൻ നിൽക്കുന്നത് റൈബോസ് പറഞ്ഞൊരു കമ്പനിയിലേക്കാണ്, അപ്പോൾ റൈബോസ് പറഞ്ഞ കമ്പനീൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്ക് തരുന്നു. അങ്ങനെ എന്താ നമ്മൾ ഈ ടാൽറോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് റൈബോസ് പറഞ്ഞ ടാൽറോപ്പിൻ്റെ ഒരു സബ് കമ്പനിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നത് അവർക്ക് എന്താക്കുന്നത് ലീഗലി അവർക്ക് ഒരു ലൂപ്പ് ഹോളായിട്ട് മാറുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ആദ്യം പോയത് സ്റ്റേഷനിലേക്ക് നമ്മൾ എല്ലാ ആൾക്കാരും പേഴ്സണലായിട്ടാണ് പോയത്, അവരുടെ സബ് സ്റ്റേഷനിലേക്കാണ് പോയത്. അങ്ങനെയൊക്കെ സമയത്ത് അവർ പറഞ്ഞു ലേബർ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ലേബർ ഓഫീസിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മളെല്ലാവർക്കും ലേബർ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഇങ്ങനെ ഇത് വരുന്നുണ്ട്, അപ്പം നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ലേബർ കോർട്ടിലേക്ക് പോകാൻ പറയുന്നത്. അപ്പം ഞങ്ങളോട് ലേബർ കോർട്ടിൽ നമ്മളെ കുറച്ച് അറിയുന്ന വക്കീൽ അവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടാൽറോപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 5-6 മാസം വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുന്ന ഒരു അടുത്ത കാലഘട്ടത്തിലേക്ക് എന്താക്കുന്ന വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊരു കംപ്ലീറ്റ്ലി ഒരു കേസായിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കേസായിട്ട് ഫയൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങളുടെ കേസിന് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 6 മാസം നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ദെൻ അടുത്തൊരു കാലയളവിൽ നിങ്ങൾ അടുത്ത കമ്പനിയിലേക്ക് വർക്ക് ചെയ്യുന്നത്, അപ്പം നിങ്ങളുടെ കേസ് പോലും അവിടെ നിലനിൽക്കില്ല. അതുപോലും അവർ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് ഹോൾ ആയിട്ടായിരിക്കും മേ ബി ഈ ഒരു സബ് കമ്പനീസ് ഉണ്ടാക്കിയത്. ക്ലോസ് ആവില്ല, കാരണം അവരുടെ അസെറ്റ് ആകെ ഒരു 10 ലക്ഷം കാണിക്കുന്നുള്ളൂ. അത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അത് എനിക്ക് സാലറി ഓൾറെഡി പെൻഡിങ് ആണ്, പിന്നെ കുറേ വേറെ ഡെപ്തും കാര്യങ്ങളും EMI ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ഈ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൈസ കൊടുക്കാനേ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാറ്ററിങ്ങിൻ്റെ വർക്കിനെ പോയിരുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എനിക്ക് ESI ഉണ്ട്, ഞാൻ ESI എലിജിബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ്. അപ്പോൾ എൻ്റെ ESIയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചിട്ട് പോലും അതുപോലും തന്നില്ല. എന്നിട്ട് ഞാൻ വേറെ പൈസ വാങ്ങിയിട്ടാണ് എൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ് പോലും ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നത്. അത് 8,000-ൻ്റെ മുകളിലാവുകയും ചെയ്ത്. അതും ചോദിച്ചിട്ട് ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ വന്നുപോയി. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്. എൻ്റെ സറൗണ്ടിങ് അത്രക്കും ഫിനാൻഷ്യലി ട്രബിളായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വന്നു പോയത്. അപ്പോൾ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ CEO-ക്കാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഒരു 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോരാ, ആകെ 10 ലക്ഷം രൂപയാണ് ടാൽറോപ്പിൻ്റെ അസറ്റായിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ലീഗലി അങ്ങനെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഇല്ല. കാരണം 300ഓളം എംപ്ലോയീസിന് ഇപ്പോൾ 2 ലക്ഷം രൂപ വെച്ച് കൂട്ടിക്കോ, അപ്പോൾ എന്നാലും വരും 6 കോടി രൂപ. അത് എന്തായാലും ഈ 10 ലക്ഷത്തിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഡയറക്ടേഴ്സിനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും പിന്നെ അവരുടെ അസറ്റിൽ നിന്നും വേണ്ടി വരും എംപ്ലോയീസിനെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ.